ഓർമ്മച്ചെപ്പ്. എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. സങ്കീർത്തനം 94:19. ഈ വചനത്തിന്റെ അഭിഷേകമാണ് ചെറിയ ഏകാന്തതയിലും ശൂന്യതയിലും എനിക്ക് ശക്തിയായി എന്റെ ദൈവം എനിക്ക് നൽകിയത്. ഏതൊരു മനുഷ്യനും മരണമെന്ന വേർപാടിലൂടെ ഈ ലോകവാസത്തിൽ നിന്നും കടന്നു പോകേണ്ടതാണെന്ന് അറിയാവുന്നവരാണ് നാം എല്ലാവരും. എന്നിരുന്നാലും ഏതൊരു മനുഷ്യനും വേർപിരിയുമ്പോൾ തന്റെ ചുറ്റുമുള്ളവർക്ക് നൽകുന്ന വേദനയും ഏകാന്തതയും ശൂന്യതയും ഒന്നും അവരറിയുന്നില്ലല്ലോ. അതിതീവ്രതയോടെ ഇത്തരം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർ നിരവധിയാണ്. ബാല്യത്തിൽ അപ്പനമ്മമാരെ നഷ്ടമാകുന്ന കുട്ടികൾ, യൗവനത്തിലെത്തും മുൻപേ മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, യുവത്വത്തിൽ തന്നെ ദമ്പതികൾ പരസ്പരം നഷ്ടമാകുന്ന ദാമ്പത്യങ്ങൾ, ആകസ്മിക മരണം മൂലം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മനസ്സിന്റെ താളം തെറ്റുന്നവർ, അങ്ങനെ നിരവധി ദുഃഖങ്ങളാൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എന്റെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ തരത്തിലുള്ള ഒരു വേർപാടിന്റെ വേദനയായിരുന്നില്ല ഞാൻ അനുഭവിച്ചത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട 85 വയസ്സുള്ള അപ്പച്ചൻ, എന്റെ ഭർത്തൃപിതാവ്, 2024 ഫെബ്രുവരി 2 മരിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുവാൻ ഞാൻ കണ്ടറിഞ്ഞ 13 വർഷങ്ങളും അദ്ദേഹം ഏറെ ഉത്സാഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. മനുഷ്യർക്ക് സഹായം ചെയ്യുവാൻ അത്യധികം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. വിൻസെന്റ് ഡി പോൾ സഖ്യത്തിലെ പ്രവർത്തനങ്ങളും അതിലെ ഓരോ കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. ഇടവകയിലെ പ്രവർത്തനങ്ങളും ഭാരവാഹിത്വങ്ങളും പ്രായത്തിന്റെ അവശതകൾക്കുമുപരി ഏറെ താല്പര്യമുണ്ടായിരുന്നു. സത്യത്തിൽ പൊക്കം കുറവായിരുന്ന ഒരു തണൽമരമായിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ. അധികം ആർഭാടങ്ങളോ പരാതികളോ കൂടാതെ തീർത്തും ലളിതമായി ജീവിച്ച ഒരു മനുഷ്യൻ. പൊക്കം കുറവായിരുന്നു എന്ന് ഞാൻ പറയുമ്പോഴും ഞങ്ങളുടെ ചൊവ്വര അങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അപ്പച്ചൻ എന്നും എല്ലാവർക്കും തണലായിരുന്നു കൊണ്ട് വലുതായിരുന്നത് അധികമാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? അപ്പച്ചനിലെ ഓരോ നന്മയും ഞാൻ കൂടുതലായി തിരിച്ചറിഞ്ഞതും എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ നിറച്ചു വെച്ചതും ഞങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ ആയിരുന്നു. എന്റെ വീട്ടിൽ ഭർത്താവും അമ്മയും ഞങ്ങളുടെ മക്കളും പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തും വരെ അപ്പച്ചനും ഞാനും മാത്രമുള്ള ഞങ്ങളുടെ ഓരോ ദിവസങ്ങളിലും പരസ്പരം പറയുന്ന വർത്തമാനങ്ങളും പങ്കുവെക്കലുകളും അപ്പച്ചനിലെ ആഗ്രഹങ്ങളുമെല്ലാം എന്നെ സമർപ്പണത്തോടെ സ്നേഹിക്കുവാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ നന്മ അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുമായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങൾ കുടുംബത്തിനായി മാറ്റിവെച്ച, ആരെയും അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ നല്ല മരണം വരിക്കണമെന്ന് ആഗ്രഹിച്ച, ഏറെ നന്മകൾ നിറഞ്ഞ അദ്ദേഹത്തിന്റെ വേർപാട് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ എനിക്ക് അല്പം പ്രയാസമായിരുന്നു. അദ്ദേഹം കടന്നു പോയതിനു ശേഷമുള്ള പകൽ സമയങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്റെ മനസ്സിനെ പിടികൂടിയ ഒരുതരം ഏകാന്തതയും ശൂന്യതയും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. പ്രഭാഷകൻ 51:4 പറയുന്ന ഒരുതരം അഗ്നി പോലെ അത് എന്നെ പിടികൂടി. എന്നാൽ ദൈവത്തിന്റെ വചനവും ദിവ്യകാരുണ്യ സന്നിധിയും മാത്രമാണ് ഇത്തരം മനസ്സിന്റെ വേദനകളിൽ എനിക്ക് ആശ്വാസമായിരുന്നത്. പതിവ് പോലെ സംബന്ധിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ ഇടവകപ്പള്ളിയിലെ ദിവ്യകാരുണ്യ സാന്നിധ്യം എനിക്ക് എന്നും ഇപ്പോഴും ഒത്തിരി ഊർജം നൽകുന്നതാണ്. അപ്പച്ചന്റെ വേർപാടിന്റെ ശൂന്യതയിൽ അപ്പച്ചനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടാതെ നവംബർ മാസത്തിൽ സെമിത്തേരി സന്ദർശിച്ചിരുന്നതും ഞാൻ മുടക്കം വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് നൽകുന്ന ശൂന്യതയും മനസ്സിന്റെ ഭാരപ്പെടുത്തലും ഓരോ മനുഷ്യരിലും അനുഭവമാകുന്നതിന്റെ തീവ്രത ഏറെ വ്യത്യസ്തതയുള്ളതാണെങ്കിലും അതിലൂടെ കടന്നു പോകുമ്പോൾ നാം വചനത്തെ പുൽകി മുന്നോട്ടു പോകണം എന്ന കാര്യമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. നിയമാവർത്തനം 4:7 പറയുന്നത് പോലെ കർത്താവിന്റെ ഏറ്റവും അടുത്ത വലിയ ഒരു ശ്രേഷ്ഠ ജനതയാണ് നാം എന്നുള്ള അവബോധം നഷ്ടമാകുന്നതാണ് ജീവിതത്തിലെ പല ശൂന്യതകൾക്കും അവസാനമില്ലാതെ പോകുന്നത് എന്ന ഉൾവെളിച്ചം കർത്താവ് എനിക്ക് നൽകി. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ പ്രവർത്തിച്ച ഏറെ നന്മകൾ എന്റെ ഉള്ളിലേക്ക് ധാരാളമായി നിറച്ചു തന്നുകൊണ്ട് എന്നിലെ ഏകാന്തത ഏറ്റെടുത്തു മാറ്റുകയും സങ്കീർത്തനം 94:19 നൽകുന്ന ദൈവത്തിന്റെ ആശ്വാസം എന്നെ ഉന്മേഷത്തോടെ ഇന്നും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യ സന്നിധിയും ദൈവവചനവും നമ്മിലെ പല നഷ്ടങ്ങളെയും നികത്താൻ ദൈവം പ്രവർത്തിക്കുന്ന വേദികളാണ്.